ഇവിടെ ഗവർണറാണ് ഇതിനെ നോമിനേറ്റ് ചെയ്യേണ്ടത്. ഗവർണർക്ക് ആരും ലിസ്റ്റ് കൊടുക്കേണ്ടതില്ല. ഗവർണർക്ക് വൈസ് ചാൻസലർ ലിസ്റ്റ് കൊടുക്കേണ്ടതില്ല. ഗവർണറെ ആർക്കും സമീപിക്കാം. ഇനി ഞാൻ ഒരു കാര്യം തിരിച്ചു പറയട്ടെ വസീഫെ, താങ്കൾ ഇത്ര ആവേശത്തോട് സംസാരിച്ചല്ലോ, താങ്കൾ ഇത്ര ആവേശത്തോട് സംസാരിക്കുന്നു. ഞാൻ തിരിച്ച് വ്യക്തമായി താങ്കൾ കേൾക്കൂ. ഈ കേരള സർവകലാശാലയിലെ സെനറ്റിലെ നിയമനത്തിന് വേണ്ടി സംസ്ഥാനത്തിന്റെ മന്ത്രി ബിന്ദു, ആ ബിന്ദു ലിസ്റ്റ് കൊടുത്തില്ലേ? ബിന്ദു ലിസ്റ്റ് കേരള വൈസ് ചാൻസലർക്ക് കൊടുത്തിട്ടില്ലേ? ആ കേരള വൈസ് ചാൻസലർക്ക് ബിന്ദു ലിസ്റ്റ് കൊടുക്കുകയും മന്ത്രി ബിന്ദു ലിസ്റ്റ് കൊടുക്കുകയും കേരള വൈസ് ചാൻസലർ ആ ലിസ്റ്റ് ഗവർണർക്ക് ഫോർവേഡ് ചെയ്യുകയും ചെയ്തിട്ടില്ലേ? താങ്കൾക്ക് നിഷേധിക്കാമോ? അതിന്റെ പേര് ഞാൻ പറയട്ടെ. അപ്പൊ നിങ്ങൾക്ക് എന്താ അവകാശമായിരുന്നു അവിടെ? എന്താണ് അവകാശം? ഏത് അവകാശത്തിന് പുറത്താണ് ബിന്ദു ലിസ്റ്റ് കൊടുത്തിട്ടുള്ളത്? ഞാൻ ആ ലിസ്റ്റിലെ പേരുകൾ വായിക്കാം. ഞാൻ താങ്കളെ ചലഞ്ച് ചെയ്യുന്നു. താങ്കൾ തന്നെ കൊണ്ട് പറയിക്കുന്നതാണ്. ഞാൻ ചലഞ്ച് ചെയ്യുന്നു. ഓരോ പേരും ഞാൻ വായിക്കാം. നോക്കൂ, ഇവിടെ ചേംബർ ഓഫ് കൊമേഴ്സിൽ ജോയ് സൂമർ എന്ന് പറയുന്ന പട്ടണക്കാടുള്ള ഒരാളുടെ പേരാണ് ബിന്ദു കൊടുത്തിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആ ലിസ്റ്റാണ് കൈവശിരിക്കുന്നത്. ഞാൻ താങ്കളെ ചലഞ്ച് ചെയ്യുന്നു. ബിന്ദു ലിസ്റ്റ് കൊടുത്തില്ലെങ്കിൽ പറയട്ടെ. താങ്കൾ എന്നെ വെല്ലുവിളിച്ചല്ലോ കോൺഗ്രസ് കൊടുത്തോന്ന്. ഞാൻ ചലഞ്ച് ചെയ്യുന്നു. തിരിച്ച് കൾച്ചറൽ ഓർഗനൈസേഷന് വേണ്ടി ജയപ്രകാശ് പി എന്ന് പറയുന്ന ചിറയിലുള്ള ആളുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം തിരുവനന്തപുരം CPM ജില്ലാ കമ്മിറ്റി അംഗമാണ്. അതുപോലെ റിസർച്ചില് ഡോക്ടർ CH സുരേഷ് എന്ന് പറയുന്ന CSIR ചീഫ് റിസർച്ച് ഓഫീസറുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. ഓതറായിട്ട് കൊടുത്തിരിക്കുന്നത് അശോകൻ ചരുവിൽ. CPM-ഉമായിട്ട് എന്താ ബന്ധമെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. മന്ത്രി കൊടുത്ത പേരാ ഞാൻ വായിക്കുന്നത്. അതുപോലെ തന്നെ ജേർണലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് NB ചന്ദ്രശേഖരൻ. അല്ലെങ്കിൽ NB ചന്ദ്രശേഖരൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? കൈരളിൽ. അല്ലെങ്കിൽ VB പരമേശ്വരൻ എവിടെയാ? ദേശാഭിമാനിയിൽ. അതിലൊരാളെ വെക്കണം എന്ന് മന്ത്രി കത്ത് കൊടുത്തിരിക്കുക. അഡ്വക്കേറ്റ് ആയി കൊടുത്തിരിക്കുന്നത് RS ബാലമുരളി. താങ്കൾക്കറിയാമല്ലോ, DYFയുടെ നേതാവാണെന്ന കാര്യം പ്രത്യേകം പറയേണ്ടല്ലോ. ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയിൽ കൊടുത്തിരിക്കുന്നത് ഡോക്ടർ മാണിക്യരാജിന്റെ പേരാ. AKG സിറ്റിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം. സ്പോർട്സിൽ കൊടുത്തിരിക്കുന്നത് KC ലേഖയുടെ പേരാ. ഞാൻ പറയേണ്ടതുണ്ടോ? ഇനി അധ്യാപകരുടെ പേര് വേണോ? പ്രിൻസിപ്പൽമാരുടെ പേര് വേണോ? ഹെഡ്മാസ്റ്റർമാരുടെ പേര് വേണോ? ഞാൻ പറയാം. ഈ ലിസ്റ്റ് നിങ്ങളുടെ മന്ത്രി കേരള സർവകലാശാല VC-ക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഇത് ഫോർവേഡ് ചെയ്യണം ഗവർണർക്ക് ഫോർവേഡ് ചെയ്ത് അത് സെനറ്റിൽ വരുത്തണം എന്ന് പറഞ്ഞിരിക്കുന്നു. ഏത് നിയമത്തിന്റെ പിൻബലത്തിൽ? നിങ്ങൾ എന്തിനു കൊടുത്തു? ഞങ്ങൾ കൊടുത്തതിനെ കുറിച്ച് ചോദിക്കുന്നു. ഞങ്ങൾ കൊടുത്തിട്ടില്ല. ഞങ്ങളുടെ വ്യക്തിപരമായി ആരെങ്കിലും ഗവർണറെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ, ചാൻസലറെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ സമീപിച്ചോട്ടെ. ഇവിടെ ഔദ്യോഗിക സുപ്രീം കോടതിയുടെ വിധിക്ക് വിരുദ്ധമായി സംസ്ഥാനത്തിന്റെ മന്ത്രി അങ്ങനെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർക്ക് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേരിലാണ് ആ ലിസ്റ്റ് കേരള സർവകലാശാല വൈസ് ചാൻസലർ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. താങ്കൾക്ക് എന്നെ നിഷേധിക്കാമോ? ഇനി ഒരു കാര്യം കൂടി. ഇപ്പൊ 4 കുട്ടികളെ സംബന്ധിച്ച് 4 കുട്ടികളുടെ നിയമനം തീർച്ചയായിട്ടും അത് സംഘികൾ അഥവാ ABVPയുടെ കുട്ടികളെയാണ് വെച്ചിട്ടുള്ളത്. നിയമവിരുദ്ധമാണ്. അത് ലിസ്റ്റ് മേടിച്ചുകൊണ്ട് വേണം അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് സർവകലാശാലയിൽ നിന്ന് ലിസ്റ്റ് മേടിച്ചു വേണം വെക്കാൻ. അങ്ങനെ ലിസ്റ്റ് മേടിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, കേരള സർവകലാശാലയിൽ നിന്നും വൈസ് ചാൻസലർ അങ്ങനെ ആ 4 കാറ്റഗറിയിൽപ്പെട്ടവരുടെ പേര് ചാൻസലർക്ക് ഇതുവരെ ഫോർവേഡ് പോലും ചെയ്തിട്ടില്ല. എന്നിട്ട് ഞങ്ങൾ ആ ലിസ്റ്റിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കുട്ടികൾ കോടതിയിൽ പോയിട്ടുള്ളത്. അത് വരും ദിവസങ്ങളിൽ തെളിയട്ടെ. പക്ഷെ എന്റെ ചോദ്യം, കേരള സർവകലാശാലയിലെ സെനറ്റിലേക്ക് ഗവർണർ നോമിനേറ്റ് ചെയ്യുന്ന, ചാൻസലർ നോമിനേറ്റ് ചെയ്യുന്ന പദവികളിലേക്ക് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പേര് നൽകിയിട്ടുണ്ടോ? ആ പേര് നൽകിയെങ്കിൽ എന്ത് നിയമത്തിന്റെ പിൻബലത്തിൽ? താങ്കൾ എന്നെ ചോദ്യം ചെയ്യാമെന്നല്ലോ വസീഫെ. ഞാൻ ആർജവത്തോടുകൂടി പറയുന്നു, ഈ ലിസ്റ്റ് നൽകിയിട്ടുള്ളത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഓഫീസിൽ നിന്നാണ്. വൈകാരികമല്ലേ? നിങ്ങളിപ്പോ ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞോ? ഒന്ന് ഷാനി, നിങ്ങൾ പറഞ്ഞു ചാമക്കാല പറയുന്നു. ചാമക്കാലത്ത് അങ്ങനെ പറയുന്ന ഒരു ചരിത്രമേ ഇല്ല. കാരണം ചാമക്കാല കോൺഗ്രസിന്റെ പ്രതിനിധിയാ, സതീശന്റെ പ്രതിനിധിയാ. TJ മാർട്ടിൻ ആരാ ചാമക്കാല? പറയൂ. TJ മാർട്ടിൻ ആരാ? നിങ്ങൾ കൊടുത്തിട്ടില്ല. കുറിച്ച് ഒരക്ഷരം ഈ നിമിഷം വരെ ചാമക്കാല പറഞ്ഞിട്ടില്ല. വ്യക്തിപരമായി ആരെങ്കിലും ഗവർണറെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ അത് വിശദീകരിക്കട്ടെ, നടപടിയെടുക്കട്ടെ എന്നാണ് ഞാൻ കേട്ടത്. താങ്കളും അത് കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് തൃപ്തികരമല്ലാത്ത വിശദീകരണമാണെങ്കിൽ താങ്കൾക്ക് അത് പറയാം. അതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിൽ താങ്കളുടെ മറുപടി. ഞാൻ പറയട്ടെ ഷാനി, ഞാൻ പറയട്ടെ. ഇനി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാ, വൈസ് ചാൻസലർ കൂടിയാ. അവരും ചാൻസലറും തമ്മിൽ ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ പറയട്ടെ, ഇവിടെ എന്താ സതീശനും ചാമക്കാലത്തും ഈ പറയുന്ന TJ മാർട്ടിനും വെറുതെ ചിരിക്കല്ലേ. സർവകലാശാലയോട് ഈ ചാൻസലർ ലിസ്റ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്.
സർവകലാശാലയോട് സുപ്രീം കോടതി ലിസ്റ്റ് ജഡ്ജ്മെന്റ് ആവശ്യപ്പെടുമ്പോ വായിക്കാതെ ഈ സുപ്രീം കോടതി പറയുന്ന പ്രോ ജഡ്ജ്മെന്റ് വൈസ് ചാൻസലറും അതുപോലെ സുപ്രീം തന്നെ കോടതി ജഡ്ജ്മെന്റ് വായിക്കുക എന്നിട്ട് ഈ ലിസ്റ്റ് കൊടുത്തു പറയാ. നിങ്ങൾ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് വരല്ലേ? ഇവിടെ കേരളത്തിനകത്തെ സർവകലാശാലകളിൽ എല്ലാ കാലത്തും നടന്ന കീഴ്വഴക്കങ്ങളുണ്ട്. ഈ വൈസ് ചാൻസലറോട് ഞാൻ ലിസ്റ്റ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ജഡ്ജ്മെന്റിനെ ബഹുമാനിക്കുന്നതാ. ഞാൻ സുപ്രീം കോടതി ജഡ്ജ്മെന്റിനെ ബഹുമാനിക്കുന്നതാ. ഈ ലിസ്റ്റ് എങ്ങനെ കൊടുത്തു സംസ്ഥാനത്തിന്റെ മന്ത്രി? ഇങ്ങനെ ലിസ്റ്റ് കൊടുക്കും. അല്ല നിക്ക് ജാമക്കാലെ, നിങ്ങളിങ്ങനെ ബഹളം വെച്ചോണ്ടിരിക്കല്ലേ? ബഹളം വെച്ചോണ്ടിരിക്കല്ലേ? നിങ്ങൾ മാന്യത കാണിക്ക്. സഖാവേ, മന്ത്രിക്ക് എന്ത് കാര്യം? ഏത് നിയമം? എന്ത് പിൻബലം? എങ്ങനെയാണ് കൊടുക്കുന്നത്? അല്ല ഞാൻ പറയട്ടെ ചാമക്കാലെ, ഞാൻ പറയട്ടെ. നിങ്ങളിങ്ങനെ വെറുതെ ബഹളം വെക്കല്ലേ? നിങ്ങളും ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിൽ കൂടിയിരുന്ന് ആലോചിച്ചിട്ടാണ് കാലിക്കറ്റ് സർവകലാശാലയിലെ സെനറ്റ് അംഗങ്ങളെ തീരുമാനിച്ചത് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഇനി അല്ല എന്നുണ്ടെങ്കിൽ ചാമക്കാൽ എന്ത് ചെയ്യണമെന്നറിയോ? ഈ പറയുന്ന UDF-ന്റെ പ്രതിനിധികളും നേതാക്കന്മാരുമാണല്ലോ ഈ സെനറ്റിലേക്കുള്ളത്. സംഘി ചാൻസലറുടെ നോമിനികളാകാൻ ഞങ്ങളില്ല എന്ന് പറയാനുള്ള ആർജവം നിങ്ങൾ കാണിക്കണം. ഈ UDF-ന്റെ നേതൃത്വം അവരുടെ രാജിവെക്കാൻ ആവശ്യപ്പെടണം. അവർ പ്രതിരോധവും പ്രതിഷേധവുമാണ് ഈ കാലിവൽക്കരണത്തിനെതിരെയുള്ള സന്ദേശം. അതെ, നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? LDF-ന്റെയോ UDF-ന്റെയോ എന്നുള്ളതല്ല. സംഘി ചാൻസലർ യൂണിവേഴ്സിറ്റിയുടെ ലിസ്റ്റ് മറികടന്ന് സ്വന്തം ഇഷ്ടപ്രകാരമാണോ ലിസ്റ്റ് കൊടുക്കുന്നത്? ഈ എന്നെ അബ്ദുൽ കരീമും നിങ്ങൾ പറയുന്ന TJ മാർട്ടിനും ഒക്കെ പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ നിലപാട് ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു. ഞങ്ങൾ ആദ്യം മുതൽ തന്നെ അവർ തോളത്ത് കൈയിട്ട് നടന്നപ്പോഴും ഞങ്ങൾ പറഞ്ഞു ഇദ്ദേഹത്തെ സൂക്ഷിക്കേണ്ടതുണ്ട്, ഇവിടെ കാവ്യവൽക്കരണം അനുവദിക്കരുത്. ഞങ്ങളെ സംബന്ധിച്ച് സർവകലാശാലകൾ ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കണം. അവിടെ കാവ്യവൽക്കരണം പാടില്ല, അവിടെ ചുവപ്പുവൽക്കരണം പാടില്ല, അവിടെ ത്രിവർണ്ണവൽക്കരണവും പാടില്ല. അവിടെ ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയി തന്നെ പോകണം. ഞങ്ങളെ സംബന്ധിച്ച് വസീഫ് വീണ്ടും ആവർത്തിച്ച് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, കാലിക്കറ്റ് സർവകലാശാല സെന്ററിലേക്ക് ഞങ്ങൾ ആരുടെയും പേര് നൽകിയിട്ടില്ല. ആരെങ്കിലും വ്യക്തിപരമായി അദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷെ ഞാൻ ചോദിച്ചത് മറ്റൊന്ന് ഇവിടെ നോക്കൂ, പിന്മാറാൻ ആവശ്യപ്പെടണമെങ്കിൽ ആദ്യം LDF അല്ലേ അങ്ങനെ ആവശ്യം വെച്ചത്? ഞാൻ ചോദിക്കുന്നത് അത് ചാൻസലറുടെ അധികാരത്തിൽപ്പെടുന്നതാണ്. അങ്ങനെ മാറണമെങ്കിൽ LDF പറയട്ടെ, LDF-ന്റെ ഭാഗത്തുനിന്നുള്ളവർ മാറട്ടെ. അങ്ങനെ മാറേണ്ടതുണ്ടോ? ചാൻസലർ അങ്ങനെ വെച്ചിട്ട് ഇവിടെ കേരള സർവകലാശാലയെ സംബന്ധിച്ച് പരിപൂർണമായും ഇത്തരത്തിൽ കാവ്യവൽക്കരണം നടന്നിരിക്കുന്നു എന്ന് ഏറ്റവും സ്പഷ്ടമായിട്ടുള്ളത് കേരള സർവകലാശാല മുഴുവൻ സ്ഥാനങ്ങളിലേക്കും സംഘീകളെ വെച്ചിരിക്കുന്നു. ഇനി ഞാൻ ചോദിക്കട്ടെ, ഒറ്റ കാര്യം ചോദിക്കട്ടെ. ഇവിടെ മുൻകാലങ്ങളിൽ എങ്ങനെയായിരുന്നു? മുൻകാലങ്ങളിൽ കേരള സർവകലാശാലയിലെ സെനറ്റിന്റെ നോമിനേഷനുമായി ബന്ധപ്പെട്ട് തൊട്ട് മുമ്പുള്ള ചാൻസലർ ആരായിരുന്നു? ജസ്റ്റിസ് പി സദാശിവം. അദ്ദേഹത്തിന് ഓദർ എന്ന കാറ്റഗറിയിൽ നിന്ന് അദ്ദേഹത്തിന് നോമിനേറ്റ് ചെയ്യാനായി CPM അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി എഴുതി കൊടുത്ത പേര് ആരുടെയെന്ന് അറിയാമോ? ഷിജു ഖാന്റേത്. ആ ഷിജു ഖാന്റെ പേര് വെട്ടിയിട്ട് അന്നത്തെ ജസ്റ്റിസ് പി സദാശിവൻ തന്നെയാണ് ഡോക്ടർ A ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന 45 പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളിനെ നിയോഗിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ അവിടെ രാഷ്ട്രീയം ഇടപെടുത്തുന്നുണ്ട്. ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ശ്രീ സജി ചെറിയാൻ ഇപ്പോഴത്തെ മന്ത്രിയാണല്ലോ. അദ്ദേഹം ആലപ്പുഴയുടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ, ആലപ്പുഴ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹം സ്പോർട്സ് പേഴ്സൺ ആയിട്ട് സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടു. അദ്ദേഹം ജീവിതത്തിൽ ഗോലി പോലും കളിച്ചിട്ടില്ല. അദ്ദേഹത്തെ സ്പോർട്സ് പേഴ്സണായി നിയോഗിച്ചു. മാത്രമല്ല പി രാജേന്ദ്രൻ കൊല്ലം MP ആയിരുന്നു. അദ്ദേഹത്തെ ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിട്ട് കേരള സർവകലാശാല സെന്ററിലേക്ക് നോമിനേറ്റ് ചെയ്തു. നിയമവിരുദ്ധമായിരുന്നു. ഞങ്ങൾ പരാതി കൊടുത്തു. അത് പിൻവലിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിൻവലിച്ചിട്ടുണ്ട്. ഇവിടെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ എന്ന് പറഞ്ഞുകൊണ്ട്